ഹായ് ഓൾ, വെൽക്കം ടു ജെറീസ് വേൾഡ്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഫസ്റ്റ് വീഡിയോ എന്തായിരിക്കണം, എന്ത് ടോപ്പിക്ക് ഞാനിതിൽ ഇടണം, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം ഞാനിത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കവേ ഞാൻ ഒരുപാട് ടോപ്പിക്സിൻ്റെ പുറകിൽ ഇങ്ങനെ പോയി. അങ്ങനെ അറ്റ് ദി എൻഡ് ഞാൻ ഡിസൈഡ് ചെയ്ത എൻ്റെ ടോപ്പിക്കാണ് ഞാൻ എങ്ങനെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിയതെന്ന് നിങ്ങളോട് ആദ്യമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ ഭയങ്കര ടോക്ക് ആക്റ്റീവാണ്. എല്ലാവരുടെ അടുത്തും നന്നായിട്ട് സംസാരിക്കും. എനിക്ക് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ്, ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കൂടുതൽ സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ ഒരുപാട് താല്പര്യമുള്ള ആളാണ്. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറയും, ഓ നിനക്ക് മോണാക്ട് ചെയ്യാം, നിനക്ക് മിമിക്രി ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നെല്ലാം ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. കാരണം ഞാൻ ഓരോരുത്തരുടെയും മാനറിസംസ് ചെയ്യും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും. അങ്ങനെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഓ നിനക്ക് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാനും ഒരുപാട് പേരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാനും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളാം. അതിൽ നിനക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് സംസാരിക്കാം, നിനക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം, ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, എനിക്ക് എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് എല്ലാവരുടെ ഇടയിലും നമുക്ക് സോഷ്യലൈസ് ചെയ്യാന്നുള്ള രീതിക്ക് എൻ്റെ ഫ്രണ്ട് എന്നോട് ഷെയർ ചെയ്തു. അന്ന് ഞാനിതൊരു തമാശയ്ക്ക് എടുത്തു. പക്ഷെ പിന്നീടും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇതേ കാര്യം ഇങ്ങനെ ഒരു തമാശ എന്നുള്ള രീതിയിലാണെങ്കിൽ കൂടെ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൊള്ളാം ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ എന്നെ പുറകിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. കാരണം നമ്മൾ യൂട്യൂബിൽ വന്നതിന് ശേഷം പല ഫാമിലീസ് കൊളാബായിട്ടുണ്ട്, അതുപോലെ തന്നെ കൊളൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ ഞാനിനി ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആവുമോ, എൻ്റെ ടോപ്പിക്സ് എങ്ങനെയായിരിക്കും, ഞാൻ സംസാരിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കുമോ. അപ്പം ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ എന്നെ പുറകിലേക്ക് വലിച്ചായിരുന്നു. എങ്കിലും ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് ഞാൻ ആലോചിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ എന്നുള്ളൊരു പോസിറ്റീവ് തോട്ടോടെ എനിക്ക് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഇടയിലുള്ള എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള കുറച്ച് ഫ്രണ്ട്സിനോട് ഇക്കാര്യം ഷെയർ ചെയ്തു. അപ്പോൾ അവർ കുറേ പേര് എന്നെ കളിയാക്കി. പക്ഷേ ഫൈനലി അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് അത്രയും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോ എന്നുള്ള രീതിയിലേക്ക് എനിക്കൊരു സപ്പോർട്ടായിട്ട് വന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഒരു ക്ലീശ പോലെ തന്നെ ഞാനും ഒരു സ്റ്റോറി ഇട്ടു, ഷുഡ് ഐ സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അതിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അത്ര അധികം ഫോളോവേഴ്സ് ഒന്നുമില്ല. ബട്ട് കുറേ പേര് എന്നെ പോസിറ്റീവായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു വന്നു. കുറേ പേര് പക്ഷേ എന്നെ തളർത്തുകയും ചെയ്തു. ചിലവർ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചു, ചിലവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാണ് എൻ്റെ വില കളയുന്നത്, അങ്ങനെ വരെ എൻ്റെ അടുത്ത് ചോദിച്ചു. പക്ഷേ ഇതിലൊരു 86% ആൾക്കാർ ഈ പോഡിങ്ങിൽ 100 മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. അതിൽ 86% മെമ്പേഴ്സ് പറഞ്ഞു ഓക്കെ നീ സ്റ്റാർട്ട് ചെയ്യാസ് എന്നുള്ളത് പറഞ്ഞ് എന്നെ പ്രൊമോട്ട് ചെയ്തു. കുറേ പേര് എനിക്ക് എന്ത് ചെയ്തു, മെസ്സേജ് അയച്ചു, നീ പൊടിക്ക് മൊത്തമായി 24/7 സപ്പോർട്ടാ. ചിലർ പറഞ്ഞു വേണോ, ഇതൊക്കെ വേണോ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഫൈനലി എനിക്ക് ഈ 86% മെമ്പേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് വന്നു, എന്നാൽ വെറുതെ ഒന്ന് തുടങ്ങി നോക്കാം, അഥവാ കിക്കായാലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞാൻ ആലോചിച്ചു എന്ത് കോണ്ടന്റ് ഇടുന്നു, എന്തിടും, എങ്ങനെ അവതരിപ്പിക്കണം, എന്ത് ചെയ്യും. അപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള പോലെ നീ ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുക, നിൻ്റെ ഡെയിലി ലൈഫ് ഇട്, അല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിട്. ആ രീതിക്ക് ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ജെറീസ് വേൾഡ് എന്ന് പറയുന്ന ഒരു പേര് കണ്ടുപിടിച്ചു, അതിനൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കി. സോ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ എന്നുള്ള രീതിയിലേക്ക് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ രോഹിണി. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, ഞാൻ, ഇതാണ് എൻ്റെ ഫാമിലി. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കൊളീഗ്സ് ഉണ്ട്. എല്ലാവരും വഴി നമുക്ക് കാണാം. എല്ലാവരും ഒപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.